എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അനുഭവങ്ങളാണ് ദിവസവും പറയാറില്ലേ? പക്ഷേ ഇന്ന് അനുഭവമല്ല പറയുന്നത്. ഒരമ്മയുടെ ഒരു സങ്കടമാണ് നിങ്ങളോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തന്നാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രീകാന്ത് സാറിൻ്റെ എല്ലാ ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ കേൾക്കാറുണ്ട് കേട്ടോ. ചില കഥകൾ കേൾക്കുമ്പോൾ കരയും. എനിക്ക് 2 ആൺമക്കളാണ്. 30 വയസ്സുണ്ട് മൂത്ത മകന്. മോന് ചോറ് കൊടുത്തത് ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ്. അന്ന് പോയത് ആ ഭഗവാന്റെ മുന്നിൽ. ഇനിയും എൻ്റെ സങ്കടങ്ങൾ 2022 തൊട്ട് ഞങ്ങൾ അനുഭവിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. 22-ല് വീടിന് ഫൗണ്ടേഷൻ കിട്ടി. മുടങ്ങിക്കിടക്കുന്നു. 4 വർഷമാകുന്നു. അതിനുശേഷം കാർ ആക്സിഡൻ്റായി. ഉള്ള ഗോൾഡൊക്കെ പോയി. പണമെല്ലാം നഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ എൻ്റെ മൂത്ത മകന് ബ്ലഡ് കൗണ്ട് കൂടി. ഇപ്പോൾ ബ്ലഡ് ക്യാൻസറാണ്. ജീവിക്കാൻ പോലും ഒരു മാർഗമില്ല. രണ്ടാമത്തെ മകന് എവിടെ ഒരു ജോലിക്ക് കാര്യത്തിന് പോയാലും തടസ്സമാണ്. ഇപ്പോഴത്തെ അവസ്ഥ മൊത്തത്തിലെല്ലാം നഷ്ടപ്പെട്ടു. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ഗുരുവായൂരപ്പനെ എന്നും കാണുന്നതല്ലേ സഹോദര? എൻ്റെ ഉണ്ണിക്കണ്ണനോട്, എൻ്റെ ഭഗവാനോട് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടിയും. നിങ്ങളുടെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴും സന്തോഷവും ഒപ്പം കരച്ചിലും ഒക്കെ വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സ് തട്ടിയുള്ള ഒരു അനുഭവമാണ് പറഞ്ഞത്. അനുഭവമല്ല, ജീവിതമാണ് പറഞ്ഞത്. ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ വിധി പോലെ വരും. ഭഗവാൻ അറിയാം. ഭഗവാൻ കാണാത്തതായിട്ടൊന്നുമില്ലല്ലോ. എന്താ കഥ അല്ലേ? ഞാൻ ഇത് വാട്സപ്പ് ഗ്രൂപ്പിലിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുള്ള അറിയാം. ഗ്രൂപ്പിലേക്ക് വരാം. എൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാമല്ലോ. ജോയിൻ ബട്ടണിലൂടെയൊക്കെ വരിക. ഇതൊരു അനുഭവമല്ല, ഇതൊരു കണ്ണനോടുള്ളൊരു നിവേദനമാണ്. വേറെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.